പഞ്ചാബും ഡൽഹിയുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ പഞ്ചാബ് തോറ്റിരിക്കുകയാണ്. പഞ്ചാബ് 210 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ ഡൽഹി കളി ജയിച്ചിരിക്കുകയാണ്. ഡൽഹി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. CSK, RCB, രാജസ്ഥാൻ ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPL ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യം തന്നെ പുറത്തായ ടീമുകളെ നമുക്ക് നോക്കാം. ലക്നൗ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത ഇവരിനി പ്ലേ ഓഫിലെത്താൻ തീരെ സാധ്യതയില്ല. ഇനി പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നത് 6 ടീമുകളാണ്. ഒരുവിധം എല്ലാ ടീമുകൾക്കും തുല്യ പോയിന്റാണ്. അതുകൊണ്ട് ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. നിലവിൽ 1-ാം സ്ഥാനത്ത് RCB ഉണ്ട്. 14 പോയിന്റാണ് RCBക്ക് ഉള്ളത്. RCB ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ചു. തൊട്ട് താഴെ ടീമുകൾക്കെല്ലാം തന്നെ 14 പോയിന്റ് ഉണ്ട്. ഹൈദരാബാദ് അതുപോലെ തന്നെ ഗുജറാത്ത് ഈ 2 ടീമിനും 14 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. എല്ലാ ടീമുകളും ഒപ്പത്തിനൊപ്പമുണ്ട്. അതുകൊണ്ട് IPL വലിയ ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്. നിലവിൽ 4-ാം സ്ഥാനത്തേക്ക് പഞ്ചാബ് തള്ളപ്പെട്ടിരിക്കുകയാണ്. പഞ്ചാബിന് 13 പോയിന്റ് മാത്രമേ ഉള്ളൂ. 3 ടീമുകൾക്കും തുല്യ പോയിന്റ് ആണ്. അതുകൊണ്ട് അവസാനം വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചേക്കും. ഇനി കൂടുതൽ ചാൻസ് ഉള്ള ടീമുകളെ നോക്കിയാൽ CSK, രാജസ്ഥാന് 12 പോയിന്റും അതുപോലെ ചെന്നൈ ടീമിനും 12 പോയിന്റാണ്. ഇവരിൽ ആർക്ക് വേണമെങ്കിലും പ്ലേ ഓഫിലെത്താൻ സാധിക്കും. ഇനിയുള്ള എല്ലാ മാച്ചിനും ജയിച്ചാൽ രാജസ്ഥാനും പ്ലേ ഓഫിലെത്താം. ചെന്നൈ ഇതുവരെ 11 മാച്ച് കളിച്ചിട്ടുണ്ട്. ഇനി ചെന്നൈക്ക് 3 മാച്ചാണ് ബാക്കിയുള്ളത്. ആ 3 ജയിച്ചാൽ ചെന്നൈക്ക് 18 പോയിന്റ് ആകും. അങ്ങനെ വരുമ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പ്ലേ ഓഫിൽ കളിക്കാം. ഒരു മാച്ച് തോറ്റാൽ പോലും അത് ചെന്നൈക്ക് പണിയാണ്. ഇനിയൊരു പക്ഷേ ചെന്നൈക്ക് 18 പോയിന്റ് കിട്ടിയില്ലെങ്കിലും പ്ലേ ഓഫിൽ കളിക്കാൻ സാധ്യത കൂടുതലാണ്. 16 പോയിന്റ് ഉണ്ടെങ്കിലും പ്ലേ ഓഫിൽ കളിച്ച ചരിത്രം IPL ഉണ്ട്. അതുകൊണ്ട് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. ഒരുവിധം എല്ലാ ടീമിനും തുല്യ പോയിന്റ് ആണ്. അവസാന മാച്ചുകളിലെ വിധി പോലെയായിരിക്കും പ്ലേ ഓഫിൽ ആര് കടക്കുമെന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.